വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ലാൽ സൂര്യ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രേസൽ വേർബ്സിനെ പറ്റിയാണ്. സോ ഫ്രേസൽ വേർബ്സ്, ഈ ഒരു വാക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലെ, രണ്ട് കോമ്പിനേഷനുകളാണ്, ഫ്രേസും വേർബും. കണ്ടോ, ഫ്രേസ് ആൻഡ് വേർബ്, ഇത് രണ്ടിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഫ്രേസൽ വേർബ്സ്. ഫ്രേസ് പ്ലസ് വേർബ് giving rise to new semantic. എന്താണ് സെമാന്റിക്? ഈ സെമാന്റിക് എന്ന വാക്കിന്റെ അർത്ഥം മീനിങ് എന്ന് മാത്രമേ ഉള്ളൂ. പുതിയ തരത്തിലുള്ള അർത്ഥങ്ങൾക്ക് വഴിയൊരുക്കി കൊടുക്കുക. ഫ്രേസും വേർബും കമ്പൈൻ ചെയ്ത് പുതിയൊരു മീനിങ്. ഉദാഹരണത്തിന് കോൾ പ്ലസ് ഓൺ. ഈ കോൾ ഓൺ, കോൾ എന്ന് പറഞ്ഞ വാക്ക് നമുക്കറിയാം, ഓണും കേട്ടിട്ടുണ്ട്. പക്ഷെ കോൾ ഓൺ എന്നീ രണ്ട് വാക്കുകൾ കമ്പൈൻ ചെയ്ത്, രണ്ട് ഗ്രാമാറ്റിക്കൽ യൂണിറ്റുകൾ കമ്പൈൻ ചെയ്ത് പുതിയ ഒരു സെമാന്റിക് സ്ട്രക്ചറിന് രൂപം നൽകാണ്. എന്താണ് കോൾ ഓൺ? ടു വിസിറ്റ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. കണ്ടോ, ടു വിസിറ്റ് നമ്മൾ പൊതുവെ പറയാറില്ലേ, വെറുതെ വന്നയാണ്, അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, വെറുതെ പോയ വയ്ക്കുന്ന കാര്യം ഇതാണ് ഈ നാടൻ ഭാഷ പറയുമ്പോൾ അല്ല. അപ്പൊ ഇതാണ് ഫ്രേസൽ വേർബ്സ്. ദിസ് ഈസ് ഹൗ ഫ്രേസൽ വേർബ്സ് ഗീവ് റൈസ് ടു ന്യൂ മീനിങ്സ്. കണ്ടോ, പുതിയ അർത്ഥങ്ങൾക്ക് വഴിയൊരുക്കുന്നതാണ്. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അബൌട്ട് ഫ്രേസൽ വേർബ്സ്. ഓക്കെ, സോ ഇനി നമ്മൾ ചില എക്സസൈസുകൾ ഒന്ന് പരിചയപ്പെടുകയാണ്. എങ്ങനെയാണ് ഫ്രേസൽ വേർബ്സ് അപ്ലൈ ചെയ്യാൻ പറ്റുക? അപ്പൊ ചില എക്സസൈസുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഒന്നാമത്തെ നോക്കിയോ, the wedding has been dash until June. See, the wedding has been dash until June and there are certain options been provided. അല്ലെ, കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ ഓപ്ഷനുകളാണ് നമ്മൾ എന്ത് പഠിച്ചത്? ഫ്രേസൽ വേർബ്സ് എന്ന് പറഞ്ഞത്. ഏതൊക്കെയാണ് ഫ്രേസൽ വേർബ്സ് ഇവിടെ തന്നിരിക്കുന്നത്? പുട്ട് ഓൺ, പുട്ട് ഓഫ്, പുട്ട് അപ്പ് ആൻഡ് പുട്ട് ഔട്ട്. സി, ഒറ്റ നോട്ടത്തില് ഒരു വെഡിങ് ഹാസ് ബീൻ ഡാഷ് അണ്ടിൽ ജൂൺ എന്ന് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെടാൻ പറ്റിയ ഒരു ഫ്രേസൽ വേർബ് പോലും ഇതിനകത്ത് കാണില്ല. ഇതാണ് ഫ്രേസൽ വേർബ്സ്, which means they are a combination of two grammatical units. ഇതാണ് നമ്മൾ പറഞ്ഞത്, giving rise to new എന്താണ് മീനിങ്സ് അല്ലെ, പുതിയ അർത്ഥങ്ങൾ നൽകുകയാണ്. ഇനി നോക്കിക്കോ, ഒന്നാമത്തേത് put on. എന്താണ് put on? Put on, see, to wear, to wear, ധരിക്കുക അല്ലെ. Put on a coat. See, it's raining outside. Why don't you put on a coat? It's raining outside. ഇങ്ങനെ പറയാറുണ്ട് അല്ലെ, it's raining outside. Why don't you put on? കണ്ടോ, put on a coat അല്ലെങ്കിൽ ജാക്കറ്റ്, അതെന്തെങ്കിലും ആയിക്കോട്ടെ അല്ലെ. Why don't you put on a coat? അപ്പൊ put on എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ധരിക്കുക. Put on a coat, put on a decent dress, we are going for a party. അല്ലെ, നല്ലൊരു വസ്ത്രം ധരിക്കൂ, നമ്മളൊരു പാർട്ടിക്കാണ് പോകുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ ആണ് put off. എന്താണ് put off? Put off എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ to postpone. എന്താണ് postpone? മാറ്റി വെക്കുക അല്ലെ. ഒരു ചടങ്ങോ ഒരു പരിപാടിയോ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് മാറ്റി വെക്കുന്നതാണ് നമ്മൾ എന്താ പറയാ, to postpone എന്ന് പറയാം. The wedding has been postponed. അതിന്റെ മറ്റൊരു രൂപമാണ്, ഒരു ഫ്രേസൽ വേർബൽ രൂപമാണ് to put off. അപ്പോ ഇവിടെ കുറച്ചും കൂടി കൺവീനിയന്റ് ആയിട്ടുള്ള ഉത്തരം ഇത് തന്നെയാണ്, to put off. The wedding has been put off until June. Put off എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റി വെക്കുക, put off. ഓക്കെ, ഇനി എന്താണ് put up? Put up, put up എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ to shelter. സി, ഇതിന് ഒന്നിലധികം മീനിങ്ങുകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഒരു പക്ഷേ ഡിക്ഷണറിയിലോ മറ്റോ റെഫർ ചെയ്യുന്നതാണെങ്കിൽ ഒന്നിലധികം ആൻസറുകളോ ഉത്തരങ്ങളോ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. കുറച്ചും കൂടി ജനറൽ ആയിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു ഉത്തരങ്ങളാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോ എന്താണ് put up? To shelter. എന്താണ് shelter? To provide shelter for someone. See, we can put you up for 2 days. 2 ദിവസത്തേക്ക് ഞങ്ങൾക്ക് എന്താക്കാം, നിന്നെ ഇവിടെ താമസിപ്പിക്കാം അല്ലെ. We can put you up for 2 days. 2 ദിവസം കൂടി ഞങ്ങൾക്ക് എന്താക്കാം, നിന്നെ ഇവിടെ താമസിപ്പിക്കാം. അപ്പോ ഒരാൾക്ക് അഭയം നൽകുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടില് കുറച്ച് സ്ഥാനം നൽകുന്നതാണെങ്കിൽ to shelter അഥവാ to put up. ഇനി put out. Put out എന്താ put out? To extinguish. Extinguish. എന്ത് extinguish?
പൊതുവെ തീയായിരിക്കുമല്ലോ. അപ്പോ to extinguish something like that is burning or something that is flammable is called to put out. See, we had summoned the firefighters to put out the fire. We had summoned, അല്ലെ, വിളിച്ചു വരുത്തി ആരെ, firefighters ne. For what? In order to put out the fire. Put out means to extinguish. So I think I have made myself clear. Kando, put on, put off, put up and put out. മറന്നു പോകരുത്. Put on എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധരിക്കുന്നതാണ്. Put on, wear അഥവാ put on. Put off, to postpone. The wedding has been put off. Put up എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ providing shelter for someone. See, we can put you up for next 2 hours. അടുത്ത 2 മണിക്കൂറും കൂടി ഞങ്ങൾ നിന്നെ സഹിക്കും എന്നതാണ് അതിന്റെ ഒരു മലയാളം. ഇനിയോ put out എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ to extinguish. So നമ്മൾ ഇപ്പം പരിചയപ്പെട്ട 4 phrasal verbs ആണിത്. Put on, put off, put up, put out. കണ്ടോ, നമ്മുടെ ആൻസർ നമ്മൾ ഇപ്പോഴേ പറഞ്ഞിരുന്നു. Put off, to postpone, മാറ്റി വെക്കുക, അല്ലെ, കുറച്ചു നേരത്തേക്ക് മാറ്റി വെക്കുക, അല്ലെങ്കിൽ 1 ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ ഇവിടെ 1 മാസത്തേക്കോ മറ്റാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും കുറച്ച് കാലത്തേക്ക്, കുറച്ച് സമയത്തേക്ക് മാറ്റി വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? To put off. The wedding has been put off to June. The party has been put off to next November. Name it. അപ്പൊ put off നമുക്ക് അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ put off ഉപയോഗിക്കാം. മറ്റൊന്നാണ് put on. Put on എന്തായിരുന്നു മറന്നു പോകരുത്. To wear. കണ്ടോ, we are going for a party. Why don't you put on a decent dress? ഒരു പാർട്ടിക്കല്ലേ പോകുന്നത്, കുറച്ചും കൂടി നല്ലൊരു വസ്ത്രം ധരിച്ചുകൂടെ? ധരിക്കുക, അതാണെന്ത്? put on. മറ്റൊന്നാണ് put up. Put up എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് മറന്നു പോകരുത്? To shelter. ഇതൊരു യൂസേജിൽ എങ്ങനെ ഉപയോഗിക്കാം? We can put you up for next 2 more days. അല്ലെ, അടുത്ത 2 ദിവസം കൂടി എനിക്ക് ഇവിടെ താമസിക്കാം. അതിനപ്പുറത്തേക്ക് പറ്റില്ല. അതന്നെയാണ് പറയുന്നത്. We can put you up for next 2 more days. അപ്പോ ആരെയോ ഷെൽട്ടർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? put up. മറ്റൊന്നാണ് put out. Put out എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ to extinguish. To extinguish, especially fire or something that is inflammable. അല്ലെ, we had summoned the firefighters to put out the fire. Put out. അപ്പോ മറന്നു പോകരുത്. To extinguish, to shelter. Put off എന്താണ്? To postpone. ഇനി put on എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധരിക്കുക, to wear. ഓക്കെ, ഇനി രണ്ടാമത്തെ എക്സസൈസ് ആണിത്. നോക്കിക്കോളൂ. We need 2 more players to dash the team. We need 2 more players to dash the team. Supply the suitable phrasal verb. അപ്പോ ഏത് phrasal verb ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുക? നോക്കിക്കോ, ഇതിന്റെ അർത്ഥം എന്താണ്? We need 2 more players. നമുക്ക് 2 കളിക്കാരെ കൂടി വേണം. എന്തിന്? നമ്മുടെ ടീം ഒന്ന് ബിൽഡപ്പ് ചെയ്യാൻ, അല്ലെ? അപ്പോ ആ ടീമിൽ ഇപ്പൊ എന്തോ ഒന്ന് ലാക്കിംഗ് ആണ്. ആ ലാക്കിനെ നമ്മൾ എന്താക്കണം? ഓവർകം ചെയ്യണം. We need someone, 2 more players. അത് എങ്ങനെ നമുക്ക് ഒരു phrasal verbന്റെ രൂപത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഒന്നാമത്തെ നോക്കോ, make out. എന്താണ് make out എന്ന് വെച്ചാല്? make out എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ to understand. എന്താണ്? to understand, മനസ്സിലാക്കുക. കേട്ടോ, what do you make out of this thing? What do you make out of this thing? എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? What do you understand? To make out a thing. രണ്ടാമത് make up. ഇത് പൊതുവെ കുറച്ചും കൂടി ജനകീയമായിട്ടുള്ള ഒരു വാക്കാണ് അല്ലേ? make up. The thing that we put on our face or whatever it may be. make up സെറ്റുകൾ ഒക്കെ ലഭിക്കുന്നുണ്ട്. എന്നാൽ make up എന്നതിന് ആ ഒരു അർത്ഥം മാത്രമല്ല ഉള്ളത്. make up means not only to put on these kinds of cosmetic materials, അല്ലെ? കോസ്മെറ്റിക് മെറ്റീരിയലുകൾ ഉപയോഗിക്കുന്നതിന് മാത്രമല്ല നമ്മൾ മേക്കപ്പ് എന്ന് പറയാ. to എന്താണ്? to add something that can also be referred by this word called to make up. ഉദാഹരണത്തിന് എങ്ങനെ പറയാം? ഇവിടെ ഉപയോഗിച്ചൂടെ? we need 2 more players to make up the team. make up എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ to complete അഥവാ to add. ഇനി എങ്ങനെ പറയാം? made up.
The whole story is made up. പൊതുവെ കേൾക്കുന്നതാണ് the whole story. ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? The story is made up. ആ കഥ അയാൾ പറഞ്ഞത് മുഴുവൻ നുണയാണ്. അയാളുടെ ഭാവനയിൽ ഉണ്ടാക്കി കൊണ്ടുവന്ന കഥയാണ് ഇത് മുഴുവൻ. നമ്മുടെ ദൃശ്യത്തിന്റെ അകത്ത് മോഹൻലാൽ ചെയ്യുന്ന പരിപാടി അല്ലെ? The whole story is made up, cooked up അഥവാ made up. ഇതും നമുക്ക് എന്താ പറയാ, മേക്കപ്പ് എന്ന് പറഞ്ഞ് ഈ ഒരു ഫ്രേസ് നമുക്ക് ഉപയോഗിച്ച് പറയാം, മേക്കപ്പ്. ഇനി മറ്റൊന്നാണ് മേക്ക് ഫോർ. എന്താണ് മേക്ക് ഫോർ? മേക്ക് ഫോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു മൂവ് ഇൻ ദ ഡയറക്ഷൻ. ടു മൂവ് ഇൻ ദ ഡയറക്ഷൻ, അതാണ് മേക്ക് ഫോർ. എങ്ങനെ നമുക്കൊരു സെന്റൻസിലൊക്കെ യൂസ് ചെയ്യാം? ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്, വി ഷുഡ് ബെറ്റർ ടേൺ ആൻഡ് മേക്ക് ഫോർ അവർ ഹോം. എങ്ങനെ പറയാം? ഇറ്റ്സ് ഓൾറെഡി ടു ലേറ്റ്, വി ഷുഡ് ബെറ്റർ ടേൺ ആൻഡ് മേക്ക് ഫോർ ഹോം. കണ്ടോ? മേക്ക് ഫോർ ഹോം. മേക്ക് ഫോർ ഹോം എന്ന് പറഞ്ഞാൽ എന്താണ്? വീട്ടിലേക്ക് തിരിച്ചു പോകാം, അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകാം. തിരിച്ചു പോകാം എന്നൊന്നും വേണ്ട, വീട്ടിലേക്ക് പോകാം. മേക്ക് ഫോർ ഹോം. Okay, so which means make out, make up, make off, which means, what do you mean by make out? Make out means to understand. അല്ലേ? Make up. Make up ന് ഞാൻ പറഞ്ഞു രണ്ട് അർത്ഥങ്ങളുണ്ട് അല്ലേ? To add something. To add something. Like for example, we need 2 more players to make up the team. Make up the team. കണ്ടോ? Make up the team. How can you make up the team? നമുക്ക് 2 പേര് കൂടി വേണം, 2 കളിക്കാർ കൂടി വേണം എന്ന് പറയുന്നുണ്ട് അല്ലേ? To make up the team. രണ്ടാമത്തതോ, you know, to use the cosmetics. Using the cosmetics, that can also be mentioned with this phrasal verb called make up. അല്ലേ? മറ്റൊന്നാണ് make off. Make off എന്ന് പറഞ്ഞാലും to understand. എന്താണ്? To understand. What do you make of this thing? What do you make of this thing? ഇതുകൊണ്ട് നീ എന്താണ് അർത്ഥമാക്കുന്നത്? പൊതുവെ നമ്മൾ മലയാളത്തിൽ ചോദിക്കുന്നതാണ് അല്ലെ? അതിന്റെ ഒരു രൂപമാണ് make off. What do you make of this thing? ഇതാ മൂന്നാമത്തെ ഒരു ഉദാഹരണം നോക്കാം നമുക്ക്. I cannot his behavior. I cannot dash his behavior. എന്തായാലും I cannot എന്തോ his behavior. അയാളുടെ സ്വഭാവത്തിൽ എനിക്ക് എന്തോ ഒരു പൊരുത്തക്കേടോ ഇഷ്ടക്കേടോ ആണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. ഈ ഒരു ചോദ്യം കാണുമ്പോൾ തന്നെ അതിനകത്ത് നിന്ന് മനസ്സിലാവാൻ പറ്റുന്ന അത്രയും അർത്ഥങ്ങൾ നമ്മൾ വിശുദ്ധസിഫ അല്ലെ? ഇനി നമ്മൾ എന്താ നമ്മുടെ ഫ്രേസൽ വേർബ്സിലേക്ക് നോക്കാം. ഒന്നാമത്തത് put up with. See, എന്താണ് put up with? Put up with means to tolerate. എന്താണ് tolerate? What do you mean by tolerate? Tolerate means സഹിക്കുക അല്ലേ? To tolerate something. See, I cannot put up with his behavior എന്ന് പറയാം. I cannot put up with his behavior. എനിക്ക് അയാളുടെ സ്വഭാവമായിട്ട് ഒട്ടും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല. I cannot tolerate with his behavior. I cannot put up with his behavior. അപ്പോ ഉത്തരം I cannot put up with എന്നത് തന്നെയായിരിക്കും അല്ലേ? I cannot put up with his behavior. ഇനിയോ എന്താ put out? Put out. Put out. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ? Put out means to extinguish അല്ലേ? Extinguish. To put out the fire. See, why don't you put out the fire? ഈ തീ കത്തുന്നത് നമുക്ക് കണ്ടുകൂടെ? എന്താ തീ അണക്കാത്തത്? Why don't you put out the fire? പൊതുവെ ചോദിക്കുന്നതാണ് അല്ലേ? Why don't you put out the fire? Put on, ഇതും നമ്മൾ ചർച്ച ചെയ്തതാണ്. To wear അഥവാ cloth. Cloth, C-L-O-T-H-E. To put on something. See, it's raining outside. Why don't you put on a jacket? പുറത്ത് നല്ല മഴയാണല്ലോ, ഒരു ജാക്കറ്റ് ധരിച്ചുകൂടെ എന്ന് ചോദിക്കും അല്ലെ? To put on something. ഇനി put aside. എന്താണ് put aside? I think we haven't yet discussed it അല്ലെ? എന്താണ് put aside? Put aside എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് അർത്ഥമുണ്ട്. You can find more than 2 answers or more than not answers, okay, more than 2 meanings for these phrasal verbs. But ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. Put aside-നെ പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് അർത്ഥങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, to save. Save. സ്വരുക്കൂട്ടി വെക്കുക. To save something
അല്ലെ? he has put aside a decent sum of money. He has put aside a decent sum of money. അല്ലെങ്കിൽ he has put aside a huge sum of money. ഈ വ്യക്തി കുറെ പൈസ ഇങ്ങനെ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ട്, അല്ലെ? രണ്ടാമത്തത് put aside, മറ്റൊരർത്ഥം എന്താണ്? to ignore. To ignore എങ്ങനെ പറയാം? ഒരു സെന്റൻസിൽ എങ്ങനെ ഉപയോഗിക്കാം? Let's put aside the fact that he has been imprisoned for the past 20 years. ആള് കഴിഞ്ഞ 20 വർഷമായിട്ട് ജയിൽ ജീവിതം അനുഭവിച്ച ആളാണെന്നുള്ള സത്യം നമുക്ക് കുറച്ചു നേരത്തേക്ക് ഒന്ന് മാറ്റി വെക്കാം. അല്ലേ? അങ്ങനെയും പറയാം. Let's put aside the fact that he was imprisoned for the past 20 years. അല്ലെങ്കിൽ let's put aside the fact that we are enemies. നമ്മൾ ശത്രുക്കളാണെന്നുള്ള ആ ഒരു ബോധം, അല്ലെ, കുറച്ചു നേരത്തേക്ക് ഒന്ന് മാറ്റി വെക്കാം. To ignore, എന്താണ് ചെയ്യുന്നത്? ഇഗ്നോർ ചെയ്യുന്നതാണ്. കുറച്ചു നേരത്തേക്കോ മറ്റോ ഒന്ന് ഇഗ്നോർ ചെയ്യാണ്. മറ്റേതോ to save. He has put aside a huge sum of money. അയാൾ കുറെ പൈസ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. Okay, so these are the answers. അപ്പോ the most convenient answer ഏതായിരിക്കും? Put up with, അല്ലെ? Let's put up with. I cannot put up with his behavior. അപ്പൊ മറന്നു പോകരുത്. എന്താണ് put up with എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? To tolerate അഥവാ സഹിക്കുക. ഇതാണ് ഉത്തരം. Put out നമ്മൾ നേരത്തെ പറഞ്ഞതാണ് extinguish, അല്ലെ? അണക്കുക, തീ അണക്കുക. To put out. Put on, ധരിക്കുക, ധരിക്കുക, അല്ലെ? Put aside. Put asideന്റെ രണ്ട് അർത്ഥങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. ഒന്ന് to save, രണ്ടാമത്തത് to ignore the fact. Let's put aside the fact that we are enemies. Okay, so that's it. അപ്പൊ അടുത്ത എന്താണ് ചോദ്യം? We could not the inscription on the wall. We could not the inscription. എന്താണ് inscription? Inscription എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ അല്ലെ? ഫോർ എക്സാമ്പിൾ ഒരു റൈറ്റർ നമുക്ക് എന്താ പറയാ? ഇൻസ്ക്രിപ്ഷൻ, സംതിങ് ഇൻസ്ക്രൈബ്ഡ് ഓവർ ദി വാൾ. എന്തായാലും അത് cannot ആണ്, ഒരു നെഗറ്റീവ് സെൻസ് ആണ് തരുന്നത്. നമുക്കത് വായിക്കാനോ എന്തിനോ പറ്റുന്നില്ല, മനസ്സിലാക്കാനോ പറ്റുന്നില്ല. അപ്പൊ എങ്ങനെ നമുക്കിത് പറയാം? മനസ്സിലാക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വായിക്കാൻ പറ്റുന്നില്ല എന്നതിന് ഏറ്റവും നല്ല ഒരു ഫ്രേസൽ വെർബ് ഏതാണ്? ഒന്നാമതായിട്ട് മേക്ക് ഔട്ട്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്താണ്, അല്ലെ? എന്താണ് മേക്ക് ഔട്ട്? മേക്ക് ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു അണ്ടർസ്റ്റാൻഡ്, അല്ലെ? നമ്മൾ നേരത്തെ ചർച്ച ചെയ്താണ് ടു അണ്ടർസ്റ്റാൻഡ്. വാട്ട് ഡു യു മേക്ക് ഔട്ട് ഓഫ് ദിസ് തിങ്, അല്ലെ? ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി നോക്ക്. എങ്ങനെ പറയാം? We could not make out the inscription on the wall. We could not make out the inscription on the wall. So which means make out എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, which means to understand, to make out something. Okay, can you make out what is being written here? എന്ന് ചോദിക്കും, അല്ലെ? Can you make out what is being written here? What is being written here or what is being written here? ഈ എഴുതി വെച്ചിരിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? Make out, which means to understand. Okay, can you make out what is being written in Arabic verse? അല്ലെ? ഈ അറബിക് വേഴ്സിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഭാഷ, ഹിന്ദിയോ മലയാളമോ എന്തെങ്കിലും ആയിക്കോട്ടെ, അല്ലെ? Can you make out these things? Which means making out means to understand. Another makeup. I think I had already discussed about this thing. Makeup എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ either it can be referring to the use of cosmetic materials, അല്ലെങ്കിൽ to add something, or to deceive someone. നമ്മൾ പറഞ്ഞു the whole story is made up. The whole story has been made up, which means to deceive someone, അല്ലെ? ഒരാളെ കബളിപ്പിക്കുന്ന രീതി. To deceive someone. Give out means to എന്താണ്? exhaust. എന്താണോ exhaust? What do you mean by exhaust? See, to തീർന്നു പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? To get exhaust എന്ന് പറയാ, അല്ലെ? അതൊരു വസ്തുവ, it can be material or immaterial. എന്തിനെ നമുക്ക് സൂചിപ്പിക്കാം? With this phrasal verb called give out or give out. ഒരു ഉദാഹരണം നോക്കാം. His patience gave out. എന്താ ഇതിന്റെ അർത്ഥം? His patience gave out. അയാളുടെ
കൺട്രോൾ മുഴുവൻ നഷ്ടപ്പെട്ടു എന്നതാണ് ഇതിന്റെ അർത്ഥം അല്ലെ. ഹിസ് പേഷ്യൻസ് ഗേവ് ഔട്ട്, വിച്ച് മീൻസ് ഇറ്റ് ഹാസ് ഗോട്ട് എക്സോസ്റ്റഡ്. ഇനി കുറച്ച് മെറ്റീരിയൽ ആയിട്ടുള്ള വസ്തുക്കളെ കൊണ്ട് പറയുന്നതാണെങ്കിലോ, the food grains which we had stored has already gave out. The food grains which we had stored had already gave out. നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ധാന്യങ്ങൾ മുഴുവൻ തീർന്നു പോയി അല്ലേ. The food grains which we had stored had already gave out, which means to exhaust. It has got exhausted. Gave away, അല്ലെങ്കിൽ give away. What do you mean by give away? Give away means to have, to someone else have, to someone else have the credit or something like that. To have, to someone else have the credit. അതിനാണ് നമ്മൾ എന്താ പറയുക, give away. Give away means നമ്മൾ വിട്ടു കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, give away എന്ന് പറയുക. നമ്മൾ വിട്ടു കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് എങ്ങനെ പറയാം, ലൈക്ക് you gave away a good chance of winning the game. എന്താ പറയാ, you gave away, അല്ലോ, you gave away a good chance of winning the game. ആ കളി ജയിക്കാനുള്ള എല്ലാ ചാൻസും നീ നഷ്ടപ്പെടുത്തി. You gave away, അല്ലോ, you gave away a good chance of winning the game. So give away means to have, to someone else have the credit, or to have, to someone else have the winning ability. അല്ലേ, anything like that. So which means you are giving it away. You gave away the good chance of winning the game. So it goes like that. Which means, so the four phrasal verbs which we had just discussed, make out. Make out എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ to understand. എന്താണ്? To understand. Another make up. Make up എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ to add. We need two more players. തൊട്ട് മുന്നത്തെ ചോദ്യം അല്ലേ. We need two more players to add up, to make up our team. അല്ലേ. ഇനി give out. Give out means to get exhaust. മറന്നു പോകരുത്. To get exhausted. Give out. His patients gave out. His patients gave out. ഇനി give away. Give away means to someone else have the credit. You gave away a good chance of winning the game. So, ഈ 4 phrasal verbs പഠിച്ചു വെക്കണം, മറന്നു പോകരുത്. Okay.